നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് സ്വാഗതം. കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രീൻ പീസ്. ഞാൻ ഫ്രോസൺ പീസാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പിന് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഡ്രൈ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് വേവിച്ചെടുത്ത ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ബീറ്റ്റൂട്ടാണ്. ഇത് ഗ്രേറ്റ് ചെയ്തത് 1.5 കപ്പിനടുത്താണുള്ളത്. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1 കപ്പ്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇത് ആവി കയറ്റി വേവിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് അപ്പച്ചമ്മിലെ തട്ടിൽ വെച്ച് ഒരു 20 മിനിറ്റോളം ആവി കയറ്റിയാൽ മതി. അപ്പോൾ അത് അധികം വെന്ത് കുഴഞ്ഞങ്ങ് പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊടി പോലെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒഴികെയുള്ള ബാക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് എരിവുള്ള പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഈ കട്ട്ലറ്റിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് കൂടാതെ ഇതിലേക്ക് ചീര ചേർക്കാം, പിന്നെ കോൺ ചേർത്ത് കൊടുക്കാം, പിന്നെ ബീൻസ് ചേർക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്നൊക്കെ മേടിച്ച ഗരം മസാലയാണെങ്കിൽ അത് ഫ്ലേവറിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഞാൻ ആ ചേർക്കുന്ന പാർട്ട് ഇതിൽ റെക്കോർഡായിട്ടില്ല. ഇതിൽ പഞ്ചസാര തരി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണുകൾ ഉണ്ടാവും. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മുടെ മിക്സ് കിട്ടേണ്ടത്. ഇതിൽ കൂടുതൽ ഈർപ്പം ഉണ്ടായാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. പിന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അധികമായിട്ടുള്ള ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പോകാനായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ചേർത്താൽ ഈ ഈർപ്പം കൂടുതലായിട്ട് വലിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കട്ട്ലറ്റ്സ് പൊട്ടിപ്പോകാതിരുന്നുള്ളൂ. നന്നായിട്ടത് മിക്സ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമിനടുത്ത് ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡ് ക്രംസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഈ ഒരു റെസിപ്പിയിലേക്ക് ഒരു 7-8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാനിലിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ബ്രെഡ് ക്രംസ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കുക. ദോശമാവിനേക്കാളും ഒരു അല്പം കൂടി കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഈ മിക്സ് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള ഭാഗങ്ങളാക്കി ഒന്ന് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടിത് ഉരുളകളാക്കാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം.
ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത ഓരോ കട്ട്ലറ്റും ആദ്യം ആ ബാറ്ററിലേക്ക് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. വീണ്ടും ഒരു തവണ കൂടി ഇത് ബാറ്ററിൽ മുക്കാം. ഇനി ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടി പൊതിഞ്ഞെടുക്കുക. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡബിൾ കോട്ടിങ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. സിപ്ലോക്ക് ബാഗിലാക്കി കവർ ചെയ്ത് സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്ത് അത് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ചൂടാക്കാം. ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ഷാലോ ഫ്രൈ ആണെങ്കിൽ ഒരു 4 ടീസ്പൂണോളം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇത് തിരിച്ചു മറിച്ചിട്ട് ഗോൾഡൻ കളറാക്കി എടുത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ചൊരു മീഡിയം ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഈ കട്ട്ലറ്റ് ഓരോന്ന് അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുക. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നിങ്ങൾക്ക് എണ്ണയുടെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുന്നതിന് പകരം ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ മുഴുവൻ കട്ട്ലറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ചെറു ചൂടോടെ നല്ല ചൂടൻ ചായയുടെ ഒപ്പോ കാപ്പിയുടെ ഒപ്പോ ഒക്കെ സെർവ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വെജിറ്റബിൾ ബർഗർ ഉണ്ടാക്കുമ്പോൾ പാറ്റീസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ബർഗർ ബണ്ണൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ 2 സൈഡും കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ നടുവിലായിട്ട് ഈ വെജിറ്റബിൾ കട്ട്ലറ്റ് വെച്ച് കൊടുക്കുക. പിന്നെ ഇഷ്ടമുള്ള പോലെ ചീസ്, ഒനിയൻ റിങ്സ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ ബർഗറായിട്ടും ഇത് കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെ ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.